Students, welcome back to my class. So today we are going to discuss about the reproductive system of frog. Okay, reproductive system എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് മെയിൽ reproductive organs എന്തൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് അറേഞ്ച്മെന്റ് നോക്കാം. So male genital organs or male gonads consist of a pair of testes. Male genital organs നമുക്ക് male gonads എന്ന് പറയാം. അതിൽ എന്താണ് വരുന്നത്? ഒരു pair of testes ആണ് കാണുന്നത്. ഓരോ ടെസ്റ്റിസും അറ്റാച്ച് ചെയ്യുന്നത് കിഡ്നിയുടെ ആന്റിയുടെ വെൻട്രോ സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നിൽക്കുന്നത്. Called mesorchium. ഒരു കിഡ്നിയുടെ ആന്റിയുടെ വെൻട്രൽ സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നിൽക്കുന്ന ടെസ്റ്റിസ് ബൈ ഫോൾഡ് ഓഫ് പെരിട്ടോണിയം കോൾഡ് mesorchium. അതുകൂടാതെ അറ്റാച്ച്ഡ് ടു ദ ആന്റിയർ എഡ്ജ് ഓഫ് ഈച്ച് ടെസ്റ്റിസ് ഈസ് എ ഫാറ്റ് ബോഡി വിച്ച് കണ്ടെയ്ൻസ് റിച്ച് സ്റ്റോറേജ് ഓഫ് ഫാറ്റ്. അതുകൂടാതെ ഈ ടെസ്റ്റിസിന്റെ ആന്റിയർ എഡ്ജിൽ എന്ത് കാണുന്നുണ്ട്? ഫാറ്റ് ബോഡി കാണുന്നുണ്ട്. അതിന് നമുക്ക് കോർപ്പസ് അഡിപ്പോസ എന്ന് പറയാം. അതിൽ ഒരുപാട് റിച്ച് സ്റ്റോറേജ് ഓഫ് ഫാറ്റ് ആണ് അതിൽ കാണുന്നത്. Testis is formed of numerous glandular tubules called seminiferous tubules in which sperms are formed. Okay, testis ൽ നമുക്ക് numerous ആയിട്ടുള്ള glandular tubules കാണാം. അതിന് നമുക്ക് seminiferous tubules എന്ന് വിളിക്കാം. ഈ seminiferous tubules ലാണ് sperms ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ലെങ്കിൽ എന്താണ് മെയിൽ ഗൊണാഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ടെസ്റ്റിസ് ആണുള്ളത്. ടെസ്റ്റിസ് എന്താണ് കിഡ്നിയുടെ ആന്റിയർ വെൻട്രോ സൈഡിനായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ് ബൈ ഫോൾഡ് ഓഫ് പെരിട്ടോണിയം കോൾഡ് mesorchium. അതുകൂടാതെ ഈ ടെസ്റ്റിസിനായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് എന്ത് കാണാം? ഫാറ്റ് ബോഡി അല്ലെങ്കിൽ കോർപ്പസ് അഡിപ്പോസ കാണുന്നുണ്ട്. അതിൽ ഒരുപാട് ഫാറ്റ് കാണുന്നുണ്ട്. പിന്നെ സെമിനിഫറസ് ട്യൂബിൾസ്, ഒരുപാട് ഗ്ലാൻഡുലർ ട്യൂബിൾസ് ആയുള്ള സെമിനിഫറസ് ട്യൂബിൾസ് കാണാം ടെസ്റ്റിസിൽ. അവിടെയാണ് സ്പേംസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഫ്രം ദ ഇന്നർ മാർജിൻ ഓഫ് ഈച്ച് ടെസ്റ്റിസ് എമേർജ് സെവറൽ മൈന്യൂട്ട് ഡക്ട്സ് കോൾഡ് വാസ എഫറൻഷ്യ. ടെസ്റ്റിസിന്റെ ഇന്നർ മാർജിനിൽ നിന്ന് ഒരുപാട് മൈന്യൂട്ട് ആയ ഡക്ട് എമേർജ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ വാസ എഫറൻഷ്യ എന്ന് പറയുന്നത്. അത് ടെസ്റ്റിസിന്റെ ഇന്നർ മാർജിൻ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ വാസ എഫറൻഷ്യ. സെമിനിഫറസ് ട്യൂബിൾസ് എന്ത് ചെയ്യുന്നു? അതിനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഈ പിക്ചർ നോക്കുകയാണെങ്കിൽ ഇതാണ് ടെസ്റ്റിസ്. ഇതെന്താണ്? ഇതാണ് ടെസ്റ്റിസ്. ഇത് അതിന് താഴെ കാണുന്നതാണ് കിഡ്നി. താഴെ കാണുന്നത് കിഡ്നിയാണ്. ബിഡേഴ്സ് കനാല് നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ ഇതാണ് രണ്ടെണ്ണമാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ടെസ്റ്റിസിന്റെ ഉള്ളിൽ ഒരുപാട് സെമിനിഫറസ് ട്യൂബിൾസ് കാണുന്നുണ്ട് കണ്ടോ. പിന്നെ അവിടുന്ന് കാണുന്ന ഈ എക്സ്റ്റൻഷൻസിനെയാണ് വാസ എഫറൻഷ്യ എന്ന് പറയാം. They are minute ducts ആണ് വാസ എഫറൻഷ്യ എന്ന് പറയുന്നത്. സെമിനിഫറസ് ട്യൂബിൾസ് ഇതിനായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ സെമിനിഫറസ് ട്യൂബിൾസ് ഇതിനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, they pass through the mesorchium, enter the kidney and opens the Bidder's canal. ഈ വാസ എഫറൻഷ്യ എന്ത് ചെയ്യുന്നു? ഈ വാസ എഫറൻഷ്യ mesorchiumത്തിലൂടെ പാസ് ചെയ്തിട്ട് കിഡ്നിയിൽ എത്തുന്നു and opens to Bidder's canal. Bidder's canalക്ക് Bidder's canalക്ക് ഇത് ഓപ്പൺ ചെയ്യുന്നു. And from there they pass to the cloaca through collecting tubules and urinary duct. പിന്നീട് അവർ എവിടേക്ക് ഓപ്പൺ ചെയ്യുന്നു? ക്ലോയാക്കയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കളക്ടിംഗ് ട്യൂബ്യൂൾസും യൂറിനറി ഡക്റ്റും വഴിയാണത് പിന്നെ ക്ലോയാക്കയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലോയാക്ക പറഞ്ഞ ഒരു കോമൺ ഓപ്പണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കളക്ടിംഗ് ട്യൂബ്യൂൾസ് ക്ലോയാക്കയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് ഇത് കളക്ടിംഗ് ട്യൂബ്യൂൾസും യൂറിനറി ഡക്റ്റും വഴിയാണ്. സോ മെയിൽ ഫ്രോഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ യൂറിനറി ഡക്ട് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? സെർവ് ആസ് എ റീനൽ ഡക്ട് ആൻഡ് ഓൾസോ ആസ് എ ജെനിറ്റൽ ഡക്ട്. കിഡ്നിയുടെ ഒരു ഓപ്പണിംഗും ആണ്, അതുപോലെ തന്നെ ജെനിറ്റൽ ഡക്റ്റിന്റെ ഓപ്പണിംഗും ആണ് എന്ത് യൂറിനറി ഡക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് കോൾഡ് ആസ് എ യൂറിനോ ജെനിറ്റൽ ഡക്ട് അല്ലെങ്കിൽ യൂറേറ്റർ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ നമുക്ക് യൂറിനോ ജെനിറ്റൽ ഡക്ട് അല്ലെങ്കിൽ യൂറേറ്റർ എന്ന് വിളിക്കാം. ഓക്കെ, അത്രയാണ് മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ കാര്യം പറയാനുള്ളത്. ഇനി നമുക്ക് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ദ ഫീമെയിൽ ജെനിറ്റൽ ഓർഗൻസ് കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ഓവറീസ്. ഒരു പെയർ ഓഫ് ഓവറീസ് ആണ് കാണുന്നത്. and a pair of oviducts. ഒരു pair of ovaries കാണുന്നുണ്ട്, ഒരു pair of oviducts കാണുന്നുണ്ട്. Each ovary is attached to the anteroventral side of the kidney by a double fold of peritoneum called mesovarium. അവിടെ എങ്ങനെയായിരുന്നു? മെയിൽസിലാണെങ്കിൽ അവിടെ mesorchium ആണ് കിഡ്നിയായിട്ട് കണക്ട് ചെയ്തത്. ടെസ്റ്റിസ് കിഡ്നിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു mesorchium വഴിയാണ്. ഇവിടെ ഓവറീസ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് കിഡ്നിയായിട്ട്? by a double fold of peritoneum called mesovarium. Attached to each ovary is a fat body. ഇവിടെ എന്ത് കാണുന്നുണ്ട്? ഓവറിന് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഫാറ്റ് ബോഡി കാണുന്നുണ്ട്. പിന്നെ ഓവറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓവർ പറയുമ്പോൾ ലോബുലേറ്റഡ് സാക്ക് ആണ്. അവിടെ ഒരുപാട് എന്ത് കാണുന്നു? ഓവറിൻ ഫോളിക്കിൾസ് അല്ലെങ്കിൽ ഓവറിൻ ചേംബേഴ്സ് കാണുന്നുണ്ട്. ഈ ഓവറിന്റെ ഉള്ളിലുള്ള ഓവറിൻ ഫോളിക്കിൾസിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഓവർ ഡെവലപ്പ് ചെയ്യുന്നത്. ഓവിഡക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എന്താണ്? ദേ ആർ നോട്ട് കണ്ടിന്യൂസ് വിത്ത് അല്ലെങ്കിൽ കണക്റ്റഡ് വിത്ത് ദ ഓവറീസ്. ഓവിഡക്സ് എന്ന് പറഞ്ഞാൽ അത് ഓവറിനായിട്ട് കണ്ടിന്യൂസ് അല്ല. They are highly convoluted ആയുള്ള ട്യൂബ്സ് ആണ്. ഓക്കെ, നമുക്ക് ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. സോ ഇതാണ് യൂറിനോജനിക് സിസ്റ്റം ഓഫ് ഫീമെയിൽ ഫ്രോഗ് എന്ന് പറയുന്നത്. ഇതിലിപ്പോ ഇതാണ് ഓവറി എന്ന് പറയുന്നത്. ഈ രണ്ടെണ്ണം ഓവറി കാണുന്നുണ്ട്. അതിന് താഴെയായിട്ട് കാണുന്നതാണ് കിഡ്നീസ്. പിന്നെ എന്ത് പറയുന്നു? യൂറേറ്റർ കാണാം. ഓവി സാക്ക് കാണുന്നുണ്ട് അല്ലെ. ദിസ് ഇസ് ഓവിഡക്ട്.
ഒരു ഓവിഡക്ടൽ ഫണൽ കാണുന്നുണ്ട്, ഓവിഡക്റ്റ് കാണുന്നുണ്ട്, ഓവർ ഇവിടെ കാണുന്നുണ്ട്. പിന്നെന്താണ്, ഇതാണ് ഓവി സാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ എന്താ പറഞ്ഞത്, ഓവറിയുള്ള ഓവുലേറ്റഡ് സാക്ക് ആണ് പറഞ്ഞു. അതിൽ ഒരുപാട് ഓവേറിയൻ ഫോളിക്കിൾസ് കാണാമെന്ന് പറഞ്ഞു. ഓവർ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഫോളിക്കിൾസിലാണ്. പിന്നെ ഓവിഡക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് നോട്ട് കണ്ടിന്യൂസ് വിത്ത് അല്ലെങ്കിൽ കണക്റ്റഡ് ടു ദ ഓവറീസ്. ഈ ഓവിഡക്ട് കാണാൻ നിങ്ങൾക്ക്, ഓവിഡക്ട് എന്ന് പറയുന്നത് ഓവറീസിനായിട്ട് കണ്ടിന്യൂസ് അല്ല, അല്ലെങ്കിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നില്ല. ഇവിടെ കണ്ടല്ലോ, ഓവർ ഇവിടെ നിൽക്കുന്നത്, ഓവിഡക്ട് ഇവിടെയാണ് കാണുന്നത്. അപ്പൊ അതിനായിട്ട് കണ്ടിന്യൂസ് അല്ല ഓവിഡക്ട് എന്ന് പറയുന്നത്. ദേ ആർ ഹൈലി കൺവോൾയൂട്ടഡ് ട്യൂബ്സ് ആണ്. കണ്ടോ, അവിടെ ഒരുപാട് ഫോൾഡ് കൺവോൾയൂട്ടഡ് ട്യൂബ്സ് ആണ് ഓവിഡക്ട് എന്ന് പറയുന്നത്. Lying laterally in the body cavity. Okay. Anteriorly, each oviduct has a wide funnel called oviductal funnel or infundibulum. ഇതിന്റെ ആന്റീരിയർ ആയിട്ട് നമുക്ക് എന്ത് കാണാം, ഓവിഡക്ടൽ ഫണൽ കാണാം, അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഇൻഫണ്ടിബിൾ എന്ന് പറയാം. ആന്റീരിയർലി ഒരു എന്താണ്, ഓവിഡക്റ്റിന്റെ ആന്റീരിയറിൽ എന്ത് കാണാം, ഓവിഡക്ടൽ ഫണൽ അല്ലെങ്കിൽ ഇൻഫണ്ടിബിളും കാണുന്നുണ്ട്. ഇറ്റ്സ് ഓപ്പണിംഗ് ടു ദ ബോഡി കാവിറ്റി ഈസ് കോൾഡ് ഓസ്റ്റിയം. അത് ബോഡി കാവിറ്റിക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്, അതിനാണ് ഓസ്റ്റിയം എന്ന് പറയുന്നത്. Terminally, oviduct slightly dilates to form an ovisac that opens to the cloaca. Okay, terminally നോക്കിയോക്കൂ, ഈ ഓവിഡക്ട് എന്ത് ചെയ്യുന്നു, ഓവിഡക്ട് ഡയലേറ്റ് ചെയ്തിട്ടില്ല, ഇവിടെ ബൾജ് ചെയ്ത് നിൽക്കുന്നില്ല. ഇവിടെ നിന്നാണ് ഓവിസാക്ക് എന്ന് പറയുന്നത്. ഈ ഓവിസാക്ക് ആണ് എന്ത് ചെയ്യുന്നത്, ക്ലോയാക്കയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ഇതും എന്താ ചെയ്യുന്നത്, ക്ലോയാക്കയിലേക്കാണ് ലാസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദി യൂറിനൽ ജനറൽ സിസ്റ്റം ഓഫ് ഫീമെയിൽ ഫ്രോഗ്. അത്രയാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പറയാനുള്ളത്. മെയിൽസിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പറഞ്ഞു നമ്മൾ, അതുപോലെ തന്നെ യൂറിനൽ ജനറൽ സിസ്റ്റം ഓഫ് ഫീമെയിൽ ഫ്രോഗ് പറഞ്ഞു. അത്രയാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പറയാനുള്ളത്. ഓക്കെ.